കാര്യന്നത്? ശങ്കര, നേരം വെളുക്കുന്നതിന് മുമ്പുള്ള നിന്റെ ഈ നടപ്പ് ഇന്നെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? നേരമൊക്കെ വെളുത്തു അമ്മേ. രാവിലെ തന്നെ ഒന്നും നടക്കാൻ പോയില്ലെങ്കിൽ ഒരു സുഖമില്ല. പാവങ്ങള് എല്ലാം ബോധം കെട്ട് കിടന്ന് ഉറങ്ങുക തന്നെ. അയ്യോ വൈദ്യര, എൻ്റെ കാല് എനിക്ക് പേടിയാവുന്നു വൈദ്യര. എനിക്ക് ചാവണ്ട മോരേഷ, എനിക്ക് ചാവണ്ടടാ. ഞാൻ ചോദിച്ചേ. അയ്യോ വൈദ്യര, നോക്ക് വൈദ്യര, എനിക്ക് ചാവണ്ട. മോരേഷ ഒന്ന് വാടാ. മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകണം. വണ്ടി വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. മൂപ്പർ എല്ലാ ദിവസവും രാവിലെ ഒരു നടപ്പ് പതിവാ. കല്യാണപ്പിറ്റേന്ന് തന്നെ എന്തൊരു കഷ്ടമായത്. അയ്യോ, ഈ ചെക്കൻ എവിടെ പോയി കിടക്കുന്നു? ജാനകിച്ച് വെറുതെ ബഹളം ഉണ്ടാക്കണ്ട, അവൻ ഇപ്പൊ തന്നെ എത്തും. എന്താടാ? കംപ്ലീറ്റ് വണ്ടി ഒന്നുമില്ല, കംപ്ലീറ്റ് ബന്ധാ. നിനക്ക് ആ ശേഖരേട്ടന്റെ വണ്ടി പിടിച്ചോണ്ടിരായിരുന്നില്ലേ? ശേഖരേട്ടനെ കണ്ടു, മൂപ്പർക്ക് വണ്ടി എടുക്കണമെന്നുണ്ട്. പക്ഷേ റിസ്കാന്നാ പറയണേ. ആരെങ്കിലും ഒരു കല്ലെടുത്തിട്ടാ പോരെ, തീർന്നില്ലേ? പുതിയ വണ്ടിയാണ്. എനക്കും അത് ശരിയാ തോന്നി. സുധാകര, ശങ്കരേട്ടൻ എടുത്തോ, നമുക്ക് കഴിവ് കടന്നു പോവാം. എനിക്കിപ്പോ മരിക്കണ്ട, എനിക്കെന്തെങ്കിലും പറ്റോ സുധാകര? നിങ്ങളൊന്ന് ബേജാറാവാണ്ടിരിക്കും ശങ്കരേട്ടാ. ഓരോരുത്തരാണ് പോയി, നിങ്ങളെല്ലാവരും കൂടി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. എനിക്ക് ഇനിയും ജീവിക്കണോടാ. അയ്യോ അയ്യോ ഓരോരുത്ത. അയ്യോ കാലൊക്കെ കളഞ്ഞു സുധാകര, എന്തെങ്കിലും പറ്റൂല. എനിക്ക് ഇനിയും ജീവിക്കണോടാ. നിങ്ങളിങ്ങനെ നമ്മളെ ബേജാറാക്കല്ലേ ശങ്കരേട്ടാ. എനിക്കെന്നാലും പറ്റുമോ? ഒന്നുമില്ല ശങ്കരേട്ടാ. ശങ്കരേട്ടാ ഒന്നും ആവില്ല. വേഗം പോട്ടെ. അയ്യോ ശ്വാസം മുട്ടുന്നില്ല. ഒന്നുമില്ല. എനിക്ക് ലക്ഷ്മി ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ലേറ്റ് ആയാലും ഇവിടെ എത്തിച്ചല്ലോ. ചെല്ല്. മോനേട്ടാ, എന്നാടാ പറഞ്ഞേ? മോനേട്ടാ രക്ഷപ്പെട്ടു. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആണോ? എടാ നീ ഒരു സ്കെറ്റ്
കത്തിക്കാൻ. അതെ മോനേട്ടാ, ഇടത് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. നീ ഇവിടെ നിൽക്കേ, നീ വാ. ഓ, പേടിച്ചു പോയി. പിന്നെ കല്യാണത്തിന് പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എന്താ സ്ഥിതി? ഇടയ്ക്ക് ഞാനൊന്ന് പതറിപ്പോയി. ശങ്കരേട്ടൻ എന്തെങ്കിലും കല്യാണം കഴിക്കുമെന്ന് കൂടി ഞാൻ വിചാരിച്ചതല്ല. എന്നിട്ടിപ്പോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിനക്കറിയായിരുന്നു. കാലിനി പഴുപ്പൊന്നും കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. മോനേട്ടാ, ആ എന്തരാ? ശങ്കരേട്ടൻ 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 പോയി. ദൈവമേ, ശങ്കരേട്ടൻ പോയി. എന്റെ ഈശ്വരന്മാരെ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ചതിച്ചല്ലോ. ഇതെന്തല്ല ഇവിടെ നടക്കും? പോയി നോക്കി നീ ഒന്ന് അപ്രത്യല്ലേ. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ആ സുധാര, എന്താ ചേട്ടാ? ആ മാവ് മുറിക്കുന്നവരെല്ലാം എത്തിയില്ലേ? എത്തിയിട്ടുണ്ടാവും. നീ ഒന്ന് പോയി നോക്കടോ. ശരിയാണ് ചേട്ടാ. എന്റെ ചങ്ങനം പോയി. ഞാനിത് എങ്ങനെ സഹിക്കും? പാവം എന്റെ ശങ്കരൻ. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ പോലും കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ലല്ലോ എന്റെ പല ദൈവങ്ങളെ. റബ്ബിയാര് മാഷേ, അച്ഛാ, മോനേഷന എനിക്ക് തിരിച്ചു പോണം. ചികിത്സ മുടക്കാൻ വയ്യ. പോ. പോയിട്ട് വരുന്നേ. നിർത്ത്, തിരിക്ക്. നമ്പ്യാര് മാഷ് കാരണം എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് കരുതി. അത് ഉണ്ടായില്ല. നടക്ക്. മോനേട്ടാ, മോനേട്ടാ, ഈ പന്തല് പൊളിക്കാൻ തോന്നാത്ത ഭയങ്കര ഭാഗ്യായി. പണിക്കാര് പറഞ്ഞപ്പോൾ എനക്കും തോന്നിയത്. ഇനിയിപ്പോ 10-12 ദിവസം വേണ്ടേ? നായിന്റെ മോനെ. വല്ല കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാലും തെറ്റിപ്പോവാണ് എൻ്റെ ഈശ്വര.